കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വല്ലാർപാടം തീർത്ഥാടനം നടക്കുന്ന ദിവസം. അന്ന് കൊയറിൻ്റെ ചാർജ് എനിക്കുണ്ട്. തലേദിവസം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നപ്പോൾ പന്തലിൻ്റെ ഷീറ്റൊക്കെ 2-3 ഷീറ്റ് പറന്നു വരുന്നത്. പരിപാടി നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പന്തലിൻ്റെ ഇൻചാർജായിട്ടുള്ളൊരു അച്ഛനുണ്ട്. ഇത്തിരി സീനിയറാണ്. അദ്ദേഹം ഇങ്ങനെ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പലരോടും ദേഷ്യപ്പെടുന്നുണ്ട്, ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു, കണ്ടില്ലേ മഴയും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഷീറ്റ് പറന്നു പോകും. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇത് ആരുടെ പരിപാടിയാണ്? അത് ദൈവം നോക്കുക അച്ഛൻ, നമുക്ക് റിലാക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ. അച്ഛനത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങളെടുത്തു എന്നുള്ളതാണ്. കാരണം ഞാൻ ചെറിയൊരു പരിപാടി ചെയ്യണമെങ്കിൽ പോലും ഭയങ്കര ടെൻഷൻ്റെ ആളാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 3-4 തവണ ഞാൻ ടോയ്ലറ്റിൽ പോകും. അത്രയും ടെൻഷനാണ്. ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല ഒരു പരിപാടി ഏറ്റെടുത്താൽ. പക്ഷേ ഇതെൻ്റെ പരിപാടിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോൾ തൊട്ടാണ് റിലാക്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ എത്ര വലിയ പരിപാടിയാണെങ്കിൽ പോലും ഞാൻ റിലാക്സ് ചെയ്യും. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും, നന്നായിട്ട് കിടന്ന് ഉറങ്ങും. കാരണം ഇതെൻ്റെ പരിപാടിയല്ല. ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ അതിനർത്ഥം ഞാൻ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ടീമിനെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നതിനർത്ഥം. എൻ്റെ ഗോസ്പലിൽ കൃഷിക്കാരൻ വിത്തിട്ടിട്ട് വിത്ത് മുളച്ചു തുടങ്ങിയൊന്നും എല്ലാ ദിവസവും നോക്കാൻ പോകണമെന്നില്ല. അയാളുടെ പാട്ടിന് പോയി വിത്തിൻ്റെ രീതിയിൽ അങ്ങോട്ട് വളരുന്നുണ്ട്. അയാൾ ഉറങ്ങിയും ഉണർന്നും പോയി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഉറക്കമെന്ന വാക്കിനർത്ഥം ദൈവരാജ്യം അത് ദൈവത്തിൻ്റെതാണ്, അതെൻ്റെ എഫേർട്ടല്ല. വിജയവും വളർച്ചയൊക്കെ എൻ്റെ കയ്യിലല്ല. നന്നായിട്ട് കിടന്നുറങ്ങുക, ദൈവം നോക്കൂന്നേ, ബാക്കിയല്ല.